അല്ലാഹു നമ്മുടെ സൃഷ്ടാവ്. രചന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. പ്രസാധനം ഡയലോഗ് സെന്റർ, കേരള. വിഗ്രഹവൽക്കരണം. അല്ലാഹു അദൃശ്യനാണ്, അരൂപിയാണ്, പദാർത്ഥാതീതനാണ്. എല്ലാ വ്യാജങ്ങളെയും കൃത്രിമങ്ങളെയും വെറുക്കുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ പേരിൽ ചിത്രങ്ങളോ ശില്പങ്ങളോ പ്രതിമകളോ പ്രതിഷ്ഠകളോ പ്രതീകങ്ങളോ പ്രതിരൂപങ്ങളോ ഉണ്ടാക്കുന്നത് കൊടിയ ക്രൂരതയും ഗുരുതരമായ കുറ്റവുമാണ്, അള്ളാഹുവിനോടുള്ള കടുത്ത ധിക്കാരവും. അരൂപിയായ അള്ളാഹുവിന് രൂപം സങ്കൽപ്പിക്കുന്നത് വിശ്വാസികളിൽ ദൈവത്തെ സംബന്ധിച്ച തെറ്റായ സങ്കല്പം വളർത്തും. മനുഷ്യനെപ്പോലും തെറ്റായി ചിത്രീകരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് രൂപം നൽകി തെറ്റായി ചിത്രീകരിക്കുന്നത് സങ്കല്പിക്കാനാവാത്ത വിധം അക്ഷന്തവ്യമായ അപരാധമാണ്. തന്നെ ആരാധിക്കേണ്ടത് വിഗ്രഹങ്ങളോ പ്രതിമകളോ പ്രതിഷ്ഠകളോ ചിത്രങ്ങളോ സ്ഥാപിച്ചാണെന്ന് ദൈവം പറഞ്ഞതായി ഒരു മതവും അവകാശപ്പെടുന്നില്ല. അതോടൊപ്പം മനുഷ്യൻ തന്നെ പോലെ തന്നെ വെടിയേറ്റാൽ മരിച്ചു വീഴുകയും മണ്ണിൽ വെച്ചാൽ പുഴു തിന്നുകയും ചിതയിൽ വെച്ചാൽ ചാരമായി മാറുകയും ചെയ്യുന്ന ജനനവും മരണവും രോഗവും സന്തോഷവും ദുഃഖവും സംതൃപ്തിയും വേദനയുമെല്ലാമുള്ള മനുഷ്യരെ പൂജിക്കുന്നത് മനുഷ്യന്റെ മഹിതമായ പദവിക്ക് ചേർന്നതല്ല. സചേതനമോ അചേതനമോ ആയ വസ്തുക്കളോട് ഭക്ത്യാദരവുകൾ പുലർത്തുന്നതും അവയുടെ മുമ്പിൽ തലകുനിക്കുന്നതും മനുഷ്യന്റെ മഹത്വത്തോടും മാന്യതയോടും പൊരുത്തപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അതിനെ ശക്തമായി വിലക്കുന്നു. അള്ളാഹുവിന്റെ ദൂതനായ ഇബ്രാഹിം പ്രവാചകൻ പറഞ്ഞു, എന്റെ നാഥ, നീ ഈ നാടിനെ നിർഭയത്വമുള്ളതാക്കണമേ. എന്നെയും എന്റെ മക്കളെയും വിഗ്രഹ പൂജയിൽ നിന്ന് അകറ്റി നിർത്തണമേ. എന്റെ നാഥ, ഈ വിഗ്രഹങ്ങൾ ഏറെ പേരെ വഴികേടിലാക്കിയിരിക്കുന്നു. അതിനാൽ എന്നെ പിന്തുടരുന്നവൻ എന്റെ ആളാണ്. ആരെങ്കിലും എന്നെ ധിക്കരിക്കുന്നുവെങ്കിൽ നാഥ, നീ ഏറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം 35-36 സൂക്തങ്ങൾ. മക്കയിലെ വിഗ്രഹപൂജകരോട് അള്ളാഹു ചോദിച്ചു, ലാത്തയെയും ഉസ്സയെയും സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കൂടാതെ മൂന്നാമതായുള്ള മനാത്തിനെക്കുറിച്ചും. യഥാർത്ഥത്തിൽ അവ നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും വിളിച്ച ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹു ഇവയ്ക്കൊന്നും ഒരു തെളിവും നൽകിയിട്ടില്ല. ഊഹത്തെയും ദേഹേച്ഛയെയും മാത്രമാണ് അവർ പിൻപറ്റുന്നത്. നിശ്ചയം അവർക്ക് തങ്ങളുടെ നാഥനിൽ നിന്നുള്ള നേർവഴി വന്നെത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 53-ാം അധ്യായം 19, 20, 23 സൂക്തങ്ങൾ. നന്ദി.